ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ ഒരുപാട് സ്റ്റുഡൻസ് കേരളത്തിൽ നിന്നും ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാറുണ്ട് ഗ്രാജുവേറ്റ് ആയതിനു ശേഷം. ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, പലരോട് ചോദിക്കുമ്പോൾ ഞാൻ ഡാറ്റാ സയൻസ് പഠിക്കാൻ വന്നതാണ്, ഇതൊരു ക്രാഷ് കോഴ്സ് ആണെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇതിനുള്ള ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിൽ ഇതിന് ഇത്രയും ഡിമാൻഡ്? എന്തായാലും ഇതിനൊരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്, ഡാറ്റാ സയൻസിൻ്റെ ഡാറ്റാ മൈറ്റ്സ്. ഹായ്, മലയാളിയാണോ? അതെ. ഓക്കെ. സോ നിങ്ങൾ ഈ ഒരു ഡാറ്റാ മൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഒരു കോഴ്സും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒന്ന് ചെയ്യാൻ പറ്റും? ഓക്കെ. സോ ഡേറ്റാ സയൻസിൻ്റെ കോഴ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡേറ്റാ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ IT ഫീൽഡിലേക്ക് പോകാൻ ഇപ്പം മെയിനായിട്ട് സ്റ്റുഡൻസ് നോക്കുന്നത്, ഇപ്പം അവർ BCA ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, BSc ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, ഇനിവേ അവർ പഠിച്ചുപോയി, അത് പഠിച്ചു, പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകണ്ട അവർക്ക്, പക്ഷേ IT ഫീൽഡിലേക്ക് പോകണം. ഇപ്പോൾ IT-യിലായിരുന്നല്ലോ കൂടുതൽ പാക്കേജസ് ഉള്ളത്. സോ ആ രീതിയിലേക്ക് പോകണം എന്നുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഡേറ്റാ മൈറ്റ്സ്. ഓക്കെ. സോ ഇത് ഏത് കോഴ്സ് പഠിച്ച ഒരാൾക്കും, മീൻസ് ഏത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്കും ഈ ഒരു കോഴ്സ് പഠിച്ച് ഇതിൻ്റെ ഒരു ജോലിയിലേക്ക് പോകാൻ പറ്റും? യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവർക്ക് ജസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി. ഇപ്പോൾ ഒരു IT ഫീൽഡിലേക്ക് പോകുമ്പോൾ അവർ ചോദിക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. +2 പഠിക്കാം, +2 പഠിച്ചിട്ട് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അങ്ങനെയും പോകാം. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എത്രയാണ് ഈ ഒരു ക്രാഷ് കോഴ്സിന്? നമ്മൾക്ക് പല കോഴ്സിനും പല ഡ്യൂറേഷൻസ് ആണ്. ഒന്ന് ഡേറ്റാ സയൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, അത് 8 മാസമായിരിക്കും വരിക. 8 മാസത്തിൽ ട്രെയിനിങ് ഉണ്ടാകും, ഇന്റേൺഷിപ്പ് ഉണ്ടാകും, എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. പ്ലേസ്മെന്റും ഉണ്ടാകും. ഈ ഒരു 8 മാസം കൊണ്ട് തന്നെ പ്ലേസ്മെന്റ്. ഡാറ്റാ മൈറ്റ്സിൽ എന്തൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് എങ്ങനെയൊക്കെ അപ്രൂവ്ഡ് ആണ്, പിന്നെ ടൈം ഡ്യൂറേഷൻ ഓഫ് ദ ക്രാഷ് കോഴ്സ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു നോക്കാം. ഹായ്. So you are the team leader of... Yes. Okay. Your name? Kushbu. Okay. So can you please explain about the data mites? How many courses are available here? So we have all popular and demanding courses available with us. Okay. We have data science, data analyst, data engineer, AI engineer. All courses are available. Okay. So and this is mainly for the freshers. In fact, the experienced people also. Okay. And there are n number of opportunities available in the market for all these courses. So can I ask you, like I'm from Kerala. Okay. So most of the Kerala students, which course they are selecting? It's not about the Kerala students, it's about the qualifications. So the basic eligibility criteria for this itself, we need a graduate person. Okay. And there is no prerequisite required. Okay. So anyone can learn this, even the people are coming from BCom or BTech background or maybe BA, any graduate can learn this program. So there is no prerequisite. I'm just, for my subscribers' request, I'm just asking one more question. Like if I fail in one subject in BCom, I can join here? Still, if you fail in one subject and if you feel like you have like your back paper is there in coming 2-3 months, but because the duration of the program itself is like for 6 months or 8 months, so definitely you'll get chance within that program duration itself to clear your backlog and then sit for an interviews. Okay. So it's only offline classes or online classes also available? We have offline, online both. Yeah, because we have many centers available in India, in Bangalore, head branches there, Hyderabad, Chennai, Pune, Mumbai, everywhere. ഇവിടുത്തെ സ്റ്റുഡൻസിനോട് കൂടി ഒരു റിവ്യൂ ചോദിക്കാം. ഹായ്. Hello. Yeah. Your name? I am Ameya Diwati. Neha Bhagwan. Neha? Bhagwan. Nice name. Okay. So you're from Bangalore? No, I am from Maharashtra, Nagpur. Okay. So you came to study? Yeah, I relocated. Okay. To study courses or? Yeah, to study here. Okay. So and you're planning to work in Bangalore only? Like? Yeah, planning to work in Bangalore or like if like I get somewhere else, then also I can like relocate. So how many months are in Bangalore? More like 4-5 months, because now we are having like training, like it is my last month of training, then afterwards I have 4 months of project as I'm doing certified data scientist. So like we will be having 4-month project session, and then after that there will be placements and all. So what you graduated in? I am BE in computer engineering. Yes. So what you're saying about this course, is it like what kind of peoples can join for this course? People who are interested in machine learning and like who want to explore AI in future, they can just take this course as a prerequisite, because like of course if you want to go to AI, then definitely you need a data science background for it. And also, as if not for AI also, individually also data science is like a growing domain. And like many like it is like peaking, and everyone wants to like learn it, and it is like very interesting also if you like go into deep learning and explore more things. Of course there is many things to learn. We know everyone is learning some courses for job.
So what you thinking? You're ready, or you know it? You will get a 100% placement. Yeah, I know. Okay. How you can say that? Because your training is good and Okay. you will get projects also. Okay. And you have to complete 4 projects and 1 Okay. client project. While doing project only, you will get skills and all. Okay. And you will get hand-on experience also. Okay. So that I can say that I can say that I'll get it. നിങ്ങളിപ്പോൾ എത്ര മാസമായി ഇവിടെ പഠിക്കാൻ വന്നിട്ട്? ഞാൻ മാർച്ച് 11th ബാച്ചാണ്. Okay. കഴിഞ്ഞ മാർച്ചിലാണ് തുടങ്ങിയത്. Okay. 2 മാസം. ഓക്കെ, 2 മാസമായി. 2 മാസമായി. അപ്പം എന്തായി, ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട്? അല്ലെങ്കിൽ ആദ്യം ഐഡിയ ഉണ്ടായിരുന്നു? ആക്ച്വലി ഡാറ്റാ സയൻസിനെ പറ്റി ഞാൻ കേൾക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ നോക്കുമ്പോൾ ഡാറ്റാ സയൻസിനെ പറ്റി കേൾക്കുന്നത്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഡാറ്റാ സയൻസ് ഭയങ്കര പാടാണ്, ഓക്കെ, ഫുൾ മാത്തമാറ്റിക്സാണ്. ശരി, ഞാൻ കേട്ടതും അങ്ങനെ ഫുൾ മാത്തമാറ്റിക്സാണ്. മാത്സിലൊരു സ്കില്ല് വേണം, ഉണ്ടെങ്കിൽ ഡാറ്റാ സയൻസിലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷേ ഇവിടെ വന്നപ്പോഴും എനിക്ക് മനസ്സിലായി മാത്സ് വേണം, പക്ഷേ നമ്മൾ അത്ര മാത്സ് വേണ്ട. ആക്ച്വലി മാത്തമാറ്റിക്സിന് നമുക്കുള്ള ലൈബ്രറീസ് ഉണ്ട്. ഓക്കെ. ജസ്റ്റ് ആ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. പിന്നെ ബേസിക് ഇക്വേഷൻസ് നമ്മൾ മനസ്സിലാക്കി. മാത്തമാറ്റിക്സ് മാത്രം മതിയോ, അല്ലെങ്കിൽ നോ, മാത്തമാറ്റിക്സ് വേണം. അതിൻ്റെ കൂടെ നമുക്കിപ്പം ഡാറ്റ വിഷ്വലൈസ് ചെയ്യാനുള്ള, നമുക്കിപ്പോൾ ഒരു ഹ്യൂജ് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിനെ വിഷ്വലൈസ് ചെയ്യുക, അതിനെല്ലാം നമുക്ക് പാക്കേജസ് ഉണ്ട്. ഇപ്പോൾ വിഷ്വലൈസ് ചെയ്യാനുള്ള സീബോൺ പാക്കേജസ് എല്ലാം നമ്മൾ ഗ്രാഫായിട്ട് ചാർട്ടായിട്ടെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യും. എന്താണ് ഈ ഒരു കോളേജിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്, ഇപ്പം 100% വിശ്വസിക്കുന്നുണ്ട്. So, can you please explain about the course? Because lots of Malayali students, not only I'm not saying about Malayalis, Right. in Pan India, lots of people are coming to Bangalore to learning the data science. Because when I met lots of students, they are from Mumbai, Nagpur, lots of places. Correct. So, like, can you please about to say about the opportunity and the like In the this scope of your and yeah. if this is the future or not? Also, like. Yeah, it does. Actually, it's kind of been the future for a while now. Okay. So we have seen that trend moving towards it. Okay. And particularly in the way that things have exploded in the last 5 to 6 years. Okay. And in terms of also the demand that industries have. Okay. Right? We were finding it that technology-wise, you always had the IT companies finding it easy to make that switch. Okay. But now even the traditional industries are coming and going Okay. for analytics, and they require a lot of that kind of modeling and Okay. delving deeper into what is going on with the data that they generate. Okay. So for that reason alone, there is a lot of growth that we have been seeing, and you still have it. I think study about a 15-20% growth annually. I think if you're going to, if anyone is looking at IT job, Right. this is now mandatory. It's like You could say that. I think even if you're looking for a core IT sort of a role, Okay. this will hold you in good stead. Okay. Because of the the element of how relevant it is to everything that is going on. Okay. And it's that kind of the technology, the tools that you have in here. Okay. It's always something that will be handy for you in any role that you take. Okay. Thank you. ഇപ്പോൾ ഇവർക്ക് ഇന്ത്യയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. How many branches are there in India? We have locations, we have offices in all the locations, the prime locations in India. So Okay. most of the cities, like we have headquarters at Bangalore, Okay. and we have our office at Pune, Chennai, Okay. Hyderabad, and we do have our classes at Ahmedabad location. So we Okay. are starting a classroom in Coimbatore also very shortly. Okay. So these are the prime locations in Bangalore, in India basically. അപ്പോൾ ഇവരുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബാംഗ്ലൂരിലാണ്. അത് ഇൻ ബാംഗ്ലൂർ ബൊമ്മനഹള്ളി. It is at Kudlu Gate, very close to Silk Board and Electronic City. So Kudlu Gate is a location. അപ്പോൾ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണ് മടിവാള, സിൽക്ക് ബോർഡ്, ബൊമ്മനഹള്ളി, ഇലക്ട്രോണിക് സിറ്റി, HSR ലേഔട്ട്. ഇപ്പോൾ കുഡ്ലൂട്ട് ഗേറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ ഏറ്റവും കൂടുതൽ മലയാളികൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളൊരു ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സും ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീട് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൻഡ് ഓൾസോ ഈ ഏരിയയിൽ ഒരുപാട് PGs ഉണ്ട്. നിങ്ങൾക്ക് വന്നൊരു 8 മാസത്തേക്കൊക്കെ ഈ കോഴ്സ് പഠിച്ച് പിന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ജോലി നോക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ മടിവാള, സിൽക്ക് ബോർഡ്, BTM, ബൊമ്മനഹള്ളി, HSR ലേഔട്ട്, ഇലക്ട്രോണിക് സിറ്റി, അതിൻ്റെയൊക്കെ സെൻട്രൽ പോയിന്റിലാണ് ഈ കുഡ്ലു ഗേറ്റ് വരുന്നത്. അപ്പം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ഡാറ്റാ സയൻസ് കോഴ്സുകളൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. താങ്ക് യു.